നമസ്കാരം. കേരളത്തിൽ 2 വർഷം മുമ്പുണ്ടായ ഹലാൽ ഭക്ഷണ വിവാദം ആരും മറന്നിട്ടുണ്ടാവില്ല. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ പറഞ്ഞത് ഹലാൽ ഫുഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം എന്ന് മാത്രമാണെന്നും മറ്റൊരർത്ഥത്തിൽ പ്രചരിപ്പിച്ച് വിവാദമുണ്ടാക്കുന്നത് സംഘ് പരിവാർ അജണ്ടയാണെന്നുമാണ്. ഹലാൽ എന്നാൽ കഴിക്കാൻ പറ്റുന്നതാണ്, അതുകൊണ്ട് വേറെ ദോഷമില്ല എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അത്തരമൊരു അർത്ഥമാണ് ആ പദത്തിനുള്ളത്. എന്നാൽ അതിനോടൊപ്പം ഒരു വിഭാഗത്തെ അടച്ചാക്ഷേപിക്കാനുള്ള ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വല്ലാത്ത ചേരിതിരിവ് സൃഷ്ടിക്കാനാണ് സംഘ് പരിവാർ ശ്രമിക്കുന്നത്. അത് രാജ്യവ്യാപകമായിട്ടുണ്ട്. കേരളത്തിലും ചില നടപടികൾ കാണാൻ സാധിക്കും. പിണറായി പറഞ്ഞത് അങ്ങനെയാണ്. എന്നാൽ ഹലാൽ എന്നാൽ ഇപ്പറഞ്ഞത് ഒന്നുമല്ല എന്നും അത് കൃത്യമായ ബിസിനസ് താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള ഇസ്ലാമിക അജണ്ടയാണ് എന്ന് ഡോക്ടർ ആരിഫ് ഹുസൈൻ തെരുവത്ത് അടക്കമുള്ള എക്സ് മുസ്ലിം നേതാക്കൾ അക്കാലത്തു തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു. ഇന്ന് സുപ്രീം കോടതിയിലും ഇക്കാര്യങ്ങൾ വെളിച്ചത്തു വരികയാണ്. വെറും മാംസഭക്ഷണങ്ങളുടെ സർട്ടിഫിക്കേഷൻ മാത്രമല്ല ഹലാൽ ഭക്ഷണം എന്നും സിമന്റിനും കമ്പിക്കും വരെ ഹലാൽ സർട്ടിഫിക്കറ്റ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറയുന്നത് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. നല്ല ഭക്ഷണം തിരിച്ചറിയുന്നതിനുള്ള സർട്ടിഫിക്കേഷനാണ് ഹലാൽ എന്ന ഇസ്ലാമിസ്റ്റുകളുടെ വാദം ഇതോടെ പൊളിയുകയാണ്. ഭക്ഷ്യ ഇതര ഉൽപ്പന്നങ്ങൾക്കും ഹലാൽ സർട്ടിഫിക്കേഷൻ നൽകുന്നത് ഞെട്ടലുളവാക്കുന്നുവെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ അറിയിച്ചു. സിമന്റിനും കമ്പിക്കും ആട്ടമാവിനും വരെ ഹലാൽ സർട്ടിഫിക്കേഷൻ നൽകുന്നതിൽ അദ്ദേഹം അത്ഭുതം പ്രകടിപ്പിച്ചു. മുസ്ലിം ഇതര ഉപഭോക്താക്കൾ ഹലാൽ സർട്ടിഫിക്കേഷനുള്ള ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പണം നൽകേണ്ടി വരുന്നുവെന്ന് സുപ്രീം കോടതിയിൽ തുഷാർ മേത്ത ചൂണ്ടിക്കാണിച്ചു. കയറ്റുമതിക്കായി ഉൽപ്പാദിപ്പിക്കുന്ന ഇനങ്ങൾ ഒഴികെ ഉത്തർപ്രദേശിൽ ഹലാൽ സർട്ടിഫിക്കേഷനുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, സംഭരണം, വിൽപ്പന, വിതരണം എന്നിവ നിരോധിക്കുന്ന UP സർക്കാരിന്റെ വിജ്ഞാപനത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി. ഇന്നലെ ഞാൻ ഞെട്ടിപ്പോയി. ഉപയോഗിക്കുന്ന സിമന്റിന് പോലും ഹലാൽ സാക്ഷ്യപ്പെടുത്തണം. ഉപയോഗിക്കുന്ന സരിയകൾ, അതായത് ഇരുമ്പ് ബാറുകൾ, ഹലാൽ സാക്ഷ്യപ്പെടുത്തണം. നമുക്ക് ലഭിക്കുന്ന വെള്ളക്കുപ്പികൾക്ക് ഹലാൽ സാക്ഷ്യപ്പെടുത്തൽ ആവശ്യമാണ്. ആട്ട, പയറുമാവ് എന്നിവയിൽ പോലും ഹലാൽ സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. ആട്ട എങ്ങനെ ഹലാലും നോൺ ഹലാലുമാകും? തുഷാർ മേത്ത ചോദിക്കുന്നു. ജസ്റ്റിസുമാരായ BR ഗവായി, AG മാസിക് എന്നിവരടങ്ങിയ ബെഞ്ചിന് മുൻപാകെയാണ് കേസെത്തിയത്. ഹലാൽ സാക്ഷ്യപ്പെടുത്തുന്ന ഏജൻസികൾ പണം ഈടാക്കുന്നുണ്ടെന്നും ഈ പ്രക്രിയയിലൂടെ ലക്ഷം കോടി രൂപ വരെ സമാഹരിച്ചിട്ടുണ്ടാകാമെന്നും തുഷാർ മേത്ത പറഞ്ഞു. ഹലാൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ചെന്നൈ, ജാമിയത്ത് ഉലമ ഹിന്ദ് ഹലാൽ ട്രസ്റ്റ് ഡൽഹി, ഹലാൽ കൗൺസിൽ ഓഫ് ഇന്ത്യ മുംബൈ, ജാമിയത്ത് ഉലമ മഹാരാഷ്ട്ര മുംബൈ തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് അന്വേഷണത്തിന്റെ ഭാഗമായി നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന് ഉത്തർപ്രദേശ് സർക്കാരിന്റെ രേഖാമൂലമുള്ള മറുപടിയിൽ വിവരിച്ചു. ഇവിടങ്ങളിൽ ഹലാൽ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന പ്രക്രിയ സ്വമേധയാ ഉള്ളതാണെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. ആർക്കെങ്കിലും ഹലാൽ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്നാൽ പ്രസ്തുത സ്ഥാപനങ്ങളിൽ നിന്ന് ഹലാൽ സർട്ടിഫിക്കറ്റ് നേടുന്നതാണ് രീതി. ഇതിനായി വിവിധ കമ്പനികളിൽ നിന്ന് വലിയ തുക ഈടാക്കുന്നുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നു.